മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്നാളവനൻ ബലം, അവനെൻ്റെ സങ്കേതം വിശ്രമം നാൾ തോറും, അവനെൻ്റെ സർവവുമേ, അവനെൻ്റെ സങ്കേതം വിശ്രമം നാൾ തോറും, അവനെൻ്റെ സർവവുമേ. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിന്റെ ദാസൻ PC വർഗീസ് എറണാകുളം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുക. എബ്രായ ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യം ഇന്ന് രാവിലെ നമുക്ക് വായിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു. എബ്രായ ക്രിസ്ത്യാനികൾ അവർ വളരെ വില കൊടുത്ത് ക്രിസ്തുവിനെ വിശ്വസിച്ച് വേർപെട്ടു വന്ന ആളുകളാണ്. അവർക്ക് മുൻപുണ്ടായിരുന്ന ഉന്നതമായിരുന്ന പല കാര്യങ്ങളും ക്രിസ്തു നിമിത്തം അത് വിട്ട് വന്ന ആളുകളാണ്. എന്നാൽ അതിൻ്റെ പ്രതിബന്ധങ്ങൾ, പ്രതികൂലങ്ങൾ പലതും അവർ സഹിക്കേണ്ടതായും വന്നിട്ടുണ്ട്. അവരിൽ തന്നെ പല ആളുകൾക്കും വിശ്വാസ ജീവിതത്തിൽ ഒരു മടുപ്പ്, ഒരു വിരക്തി, പഴയതിനെ കുറിച്ചുള്ള ഒരു ചിന്ത, ഒരു കുറ്റബോധമൊക്കെ അവരെ അലട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഈ ലേഖനം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അവരെ ശക്തരാക്കുന്ന, ബലവാന്മാരാക്കുന്ന ഈ ലേഖനം തന്നെ എഴുതി കൊടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിർബന്ധിതമായത്. 12-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ ഒരു വലിയ സാക്ഷ്യത്തെ, മേഘം പോലെ നിൽക്കുന്ന വിശ്വാസ വീരന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് 3-ാം വാക്യത്തിൽ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ സഹായകമായ ഒരു പ്രധാന ഘടകം എന്താണെന്ന് ഇവിടെ ഓർപ്പിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. പലപ്പോഴും ഇവർക്ക് ആദ്യ നാളുകളിലൊക്കെ വളരെ വിശ്വാസവും താല്പര്യവും വീര്യവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ഒരു ആത്മീക മാന്ദ്യം സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആദ്യ നാളുകളിലെ ആ വിശ്വാസം കുറഞ്ഞു, ആത്മീക താല്പര്യം, കാഴ്ചപ്പാടുകൾ കുറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഒരു മടുപ്പ് അനുഭവിക്കുവാനായിട്ട് തുടങ്ങി. അതെന്താണ് അതിന്റെ കാരണം? എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത്? വിട്ടു പോന്നതിനെ കുറിച്ചുള്ള ചില ചിന്തകളാണ് അവർക്ക് ഈ നിലയിൽ തിരിച്ചു ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നത്. എന്നാൽ ഈ ലേഖന കർത്താവ്, എഴുത്തുകാരൻ അവരെ ബലപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ആത്മീകമായൊരു മടുപ്പും ക്ഷീണവും തളർച്ചയും ഉണ്ടാകുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കോ, നിങ്ങളുടെ പഴയ സംഘടനയിലേക്കോ, സമുദായത്തിലേക്കോ, മറ്റ് മനുഷ്യരിലേക്കോ അല്ല നിങ്ങൾ നോക്കേണ്ടത്. അങ്ങനെ നോക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അപകടം സംഭവിക്കുന്നത്. അങ്ങനെ നോക്കുന്നത് കൊണ്ടാണ് ആത്മീകമായ ക്ഷീണം സംഭവിക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള പ്രതിസന്ധിയുടെ നടുവിൽ നമുക്ക് നോക്കുവാൻ ഒരു വ്യക്തിയുണ്ട് എന്നുള്ളതാണ്. ആരാണ് ആ വ്യക്തി? വിരോധം സഹിച്ച, ആരാണ്? സ്വന്തം ജനതയാൽ വിരോധം സഹിച്ച ഒരു വ്യക്തിത്വം. എന്ത് വിരോധമാണ്? കർത്താവായ യേശുക്രിസ്തു അനുഭവിച്ച പീഡാനുഭവത്തെ ആർക്കാണ് വർണ്ണിച്ചു തീർക്കാൻ സാധിക്കുക? ആർക്കാണ് അതിനെ എഴുതി തീർക്കാൻ സാധിക്കുക?
ആർക്കാണ് അതിനെ പ്രസംഗിച്ച് വർണ്ണിച്ചു തീർക്കുവാനായി സാധിക്കുന്നത്? അതുകൊണ്ട് E.I. ജേക്കബ് സാർ എന്ന് പറയുന്ന ഒരു ദേവദാസൻ പാടിയൊരു പാട്ടിൽ പറയുന്നത് പോലെ, വർണ്ണ്യമല്ല ദേവ തവ ദണ്ഡനങ്ങൾ ഭൂഭാഷയിൽ. അത് ഗ്രഹിക്കുവാൻ ആർക്കും സാധ്യമല്ല, അത് വർണ്ണിപ്പാൻ ആർക്കും സാധ്യമല്ല. അത്രമാത്രം അവർണ്ണനീയമാം വിധം ദേഹ പീഡനങ്ങൾ, മാനസിക ദണ്ഡനങ്ങൾ ഒക്കെ സഹിച്ച് കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിലേക്ക് നോക്കുക. അവിടെ നോക്കുന്നവർക്ക് പ്രത്യാശയുണ്ട്, ഊർജമുണ്ട്, ധൈര്യമുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ അവരുടെ മുഖം ലജ്ജിച്ച് പോകത്തില്ല. 3-ാം വാക്യം, എബ്രായ ലേഖനകർത്താവ് 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ക്ഷീണം സംഭവിക്കുമ്പോൾ, തളർച്ച സംഭവിക്കുമ്പോൾ നിങ്ങൾ ധ്യാനിച്ചു കൊള്ളണം. ധ്യാനിക്കുക. ഞാനിങ്ങനെ പറയട്ടെ, ജീവിതത്തിൽ വിട്ടുമാറാത്ത രോഗത്തിന്റെ പീഡനങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, വിശ്വാസത്തിൽ ഉണ്ടാകുന്ന പോരാട്ടങ്ങൾ, പ്രയാസങ്ങൾ, കുത്തുവാക്കുകൾ, സമൂഹം മാറ്റി നിർത്തുന്ന സാഹചര്യം, ആർക്കും വേണ്ടാത്തതായ ഒരു സന്ദർഭമൊക്കെ നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ ഒരുപക്ഷെങ്കിൽ വന്നിട്ടുണ്ടാകാം. അങ്ങനെയുള്ള ആളുകൾക്ക് എത്ര ആശ്വാസമായ ഒരു കാര്യമാണ് നമുക്ക് നോക്കുവാൻ. അവിടെ നോക്കുക എന്ന് പറഞ്ഞാൽ കേവലം ഒരു നോട്ടമല്ല, പകരം ശ്രദ്ധിച്ചു നോക്കിയാൽ ആ ക്രൂശിൽ കർത്താവ് വേദനപ്പെടുമ്പോഴും കഷ്ടമനുഭവിക്കുമ്പോഴും ദുഃഖമനുഭവിക്കുമ്പോഴും കർത്താവിന്റെ മനോഭാവം എന്തായിരുന്നു എന്നുള്ളത് ആ നോട്ടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥിച്ചു ആ ക്രൂശിൽ. മാത്രമല്ല തൻ്റെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു ആ ക്രൂശിൽ. പ്രിയമുള്ളവരെ, കർത്താവ് ക്രൂശിൽ കിടന്ന് വേദനപ്പെടുമ്പോഴും അപമാനിതനാകുമ്പോഴും കർത്താവ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു, പ്രാർത്ഥിച്ചു. ക്രൂശിലെ കള്ളന് ഒരു മറവിടം ഒരുക്കി കൊടുത്തു. അതുമാത്രമല്ല, യേശുവിന്റെ അമ്മയ്ക്ക് ഒരു സങ്കേതം ഒരുക്കി കൊടുത്തു, ഒരു തണൽ ഒരുക്കി കൊടുത്തു. ഇതൊക്കെ എപ്പോഴാ ചെയ്യുന്നത്? സഹിക്കുമ്പോൾ, വേദന സഹിക്കുമ്പോൾ, കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ, ഉപദ്രവം സഹിക്കുമ്പോഴും ഇതെല്ലാം കർത്താവ് ചെയ്തു. ഇന്ന് രാവിലെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ, ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ, നിങ്ങളുടെ ഓഫീസിൽ നിന്നോ, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നോ, നിങ്ങളുടെ ഉറ്റവരിൽ നിന്നോ, ചങ്ങാതിമാരിൽ നിന്നോ, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ നിന്ന് നിങ്ങൾ നിന്ന നിങ്ങളുടെ സംഘടനകളിൽ നിന്നോ, നിങ്ങളുടെ മതങ്ങളിൽ നിന്നോ ഒക്കെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ഓർക്കണം, ആരെ? ക്രൂശിക്കപ്പെട്ട കർത്താവിനെ, ക്രിസ്തുവിനെ നാം ഓർക്കണം. അവനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുക, അവന്റെ വചനങ്ങളെ അയവിറക്കിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, തിരമാലയ്ക്ക് സമമായ പ്രയാസത്തിന്റെ മധ്യത്തിലും നമുക്കൊരു വിജയം കർത്താവ് ഒരുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവൻ ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. കർത്താവിന് ഒരു വിജയമുണ്ടായി. ആ വിജയം തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും ലഭ്യമാക്കുവാൻ ദൈവം സഹായിക്കുവാൻ നമ്മളോട് കൂടെയുണ്ട്. നിങ്ങൾക്കും ഒരു ശക്തി നൽകുന്ന ഒരു സന്ദേശം. എന്ത്? എനിക്ക് മുൻപേ എൻ്റെ കർത്താവ് ഇതെല്ലാം സഹിച്ചത് കൊണ്ട്, എൻ്റെ കർത്താവ് ഇതുപോലെയുള്ള വേദനകളെല്ലാം സഹിച്ചത് കൊണ്ട് അവൻ എനിക്ക് എൻ്റെ ഈ വേദനയിൽ എനിക്ക് കൃപ ധാരാളമായി നൽകും. അതുകൊണ്ട് ഇന്ന് രാവിലെ ആ കൃപാസനത്തിനോളം നമുക്ക് അടുത്ത് ചെല്ലാം. ആ കൃപാസനത്തിന്റെ അടുക്കൽ ചെന്ന് നമുക്ക് പറയാം, കർത്താവേ, എനിക്ക് നീ കൃപ ധാരാളം തരണമേ. ഇത് സഹിക്കുവാൻ, ഇതിനെ നേരിടുവാൻ, ഇതിനെ അഭിമുഖീകരിക്കുവാൻ, ഇതിനെ ജയിക്കുവാൻ കൃപ എനിക്ക് തരണം. ആ കൃപയ്ക്ക് വേണ്ടി യാചിക്കുന്ന ഒരാളെയും ഈ കർത്താവ് കൈവിടുന്നവനല്ല, ഉപേക്ഷിക്കുന്നവനല്ല. ആകയാൽ ഈ പ്രഭാതത്തിൽ കൃപയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുകൾ അടയ്ക്കുവാൻ, കൃപയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മുട്ടുകൾ മടക്കുവാൻ, കൃപയ്ക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് നോക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിച്ചാൽ തീർച്ചയായും ഒരു ഉണർവിന്റെ ദിവസമായി, ഒരു ഉണർവിന്റെ പകലായി ഇന്ന് പരിണമിക്കുവാൻ ഇടയായിത്തീരും. ദൈവം സഹായിക്കട്ടെ. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ ക്ഷീണം വരുമ്പോൾ, മടുപ്പ് വരുമ്പോൾ, തളർച്ച വരുമ്പോൾ പിന്മാറിപ്പോകുക എന്നുള്ളതല്ല, അതിനെ ജയിച്ച്
വിജയത്തിലേക്ക് കുതിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. അവിടുത്തെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പല നാൾ കരുതി ഞാനേകനെന്ന് അന്നാളിൽ അവനെന്നോടു ചൊല്ലി, ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നോൻ നിന്നോടു കൂടെയുണ്ട്.